ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. നീലന്റെ സർവ്വസൈന്യാധിപത്യത്തിൻ കീഴിൽ കണക്കില്ലാത്ത വാനരപ്പട കിഷ്കിന്ധയിൽ നിന്നും വെടിപടഹാദി മഹാഘോഷങ്ങളോടെ യുദ്ധയാത്ര ആരംഭിച്ചു. ഏറ്റവും മുമ്പിലായി മാരുതിയുടെ കഴുത്തിൽ കോദണ്ഡ ചാപധാരിയായി രാമചന്ദ്രനും അദ്ദേഹത്തിന്റെ തൊട്ടുപിറകിൽ അംഗദന്റെ കണ്ഠത്തിൽ ധനുർബാണ തൂണീര സമേതനായി ലക്ഷ്മണനും അവരുടെ അംഗരക്ഷകനായി ഊരിപ്പിടിച്ച വാളുമായി സുഗ്രീവനും സഞ്ചരിച്ചു. സുഗ്രീവന്റെ അംഗരക്ഷകനായി തൊട്ടടുത്ത് ദതിമുഖൻ നടന്നു. സുഗ്രീവന്റെ പിറകിൽ സർവ സൈന്യാധിപനായ നീലനും അവന്റെ ഇരുപാർശ്വങ്ങളിലും ഗജൻ, ഗവയൻ, ഗവാക്ഷൻ, ജാംബവാൻ എന്നിവരും ഏറ്റവും പിറകിൽ സൈന്യ സംരക്ഷകരായി മൈന്ദൻ, വിവിധൻ, സുഷേണൻ, കേസരി എന്നിവരും ഇരുഭാഗങ്ങളുടെയും സംരക്ഷകരായി തുങ്കൻ, നളൻ, ശതബലി, താരൻ എന്നിവരുമായിട്ടാണ് ആ മഹാസേനയുടെ യുദ്ധയാത്ര മുമ്പോട്ട് നീങ്ങിയത്. കപികുലം ആഹ്ലാദപൂർവം മഹേന്ദ്രഗിരി തടത്തിലെത്തി അർണവം കടക്കേണ്ട മാർഗത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് അന്നത്തെ രാത്രി അവർ അവിടെ കഴിച്ചുകൂട്ടി. വിസ്താരമേറിയ വാരാനിധി കണ്ട് വാനരന്മാർ വല്ലാതെ ഭയപ്പെട്ടു. ലങ്കയെ ബാധിച്ച അഗ്നി 7 ദിവസം കൊണ്ടാണ് ക്രമേണ കെട്ടടങ്ങിയത്. ഹനുമാൻ ലങ്കയിൽ പല നാശങ്ങളും വരുത്തിയെങ്കിലും മണ്ഡോദരി പിതാവായ മയന്റെ സാമർഥ്യം കൊണ്ട് അവയെല്ലാം പെട്ടെന്ന് തന്നെ പരിഹരിക്കപ്പെട്ടു. ലങ്കയുടെ ധാടിയും മോടിയും വർദ്ധിപ്പിച്ചു. പഴയ ലങ്കയേക്കാൾ 10 മടങ്ങ് മനോഹരമായി തീർന്നു പുതിയ ലങ്ക. എന്നാലും ശത്രുഭീതി രാവണനെ നിഴലുപോലെ പിന്തുടരാൻ തുടങ്ങി. അവൻ മന്ത്രിമാരെയും സേനാപതികളെയും ബന്ധുമിത്രാദികളെയും സഭാമണ്ഡപത്തിൽ വിളിച്ചു വരുത്തി അഭിപ്രായപ്പെട്ടു. നമ്മുടെ ലങ്കയ്ക്ക് എന്തോ ആപത്ത് വരാൻ പോകുന്നു. ലങ്കാലക്ഷ്മിയെ ആ മർക്കടൻ അടിച്ചോടിച്ചു. ലങ്കയ്ക്ക് കനത്ത നാശനഷ്ടങ്ങളാണ് മർക്കടൻ വരുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെപ്പോലെ ധർമ്മത്തിൽ നിന്നും അണുവിട വ്യതിചലിക്കാതെ രാജ്യം ഭരിക്കുന്ന ഒരു രാജാവ് ഈ ഭൂമണ്ഡലത്തിൽ വേറെ കാണുകയില്ല എന്ന് സമർത്ഥിക്കാനും രാവണൻ ഈ അവസരം വിനിയോഗിച്ചു. താൻ സീതയെ ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചിരിക്കുന്നത് അവളുടെ ചാരിത്രം ഭംഗം ചെയ്യാനല്ലെന്നും അവൾക്ക് താൻ ഇരിക്കുന്നിടത്ത് ഐശ്വര്യം വർദ്ധിക്കുമെന്നുള്ള ഒരു വരം കിട്ടിയിട്ടുണ്ട്. അത് മനസ്സിലാക്കി നമ്മുടെ ലങ്കയ്ക്ക് ഐശ്വര്യം വർദ്ധിക്കണമെന്ന് കരുതിയാണ് താൻ അവളെ ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചിരിക്കുന്നത് എന്നാണ് രാവണൻ എല്ലാവരോടും പറഞ്ഞത്. ലങ്കാലക്ഷ്മി ആയിരുന്നു ലങ്കയുടെ ഐശ്വര്യം. ഇനി ആ ഐശ്വര്യദായകി ഇവളായിത്തീരട്ടെ. അങ്ങനെ ലങ്കയുടെ ഐശ്വര്യമായി തീരുന്ന സീതയെ വിട്ടുകൊടുക്കേണ്ടതില്ല എന്ന് രാവണൻ സമർത്ഥിക്കുകയും കൂടെ ഉണ്ടായിരുന്ന ബന്ധുമിത്രാദികളും മന്ത്രിമാരും മറ്റ് സഭാംഗങ്ങളും എല്ലാവരും രാവണന്റെ ഈ അഭിപ്രായത്തോട് 100% യോജിക്കുകയും സീതയെ വിട്ടുകൊടുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലെത്തുകയും ചെയ്യുന്നു. എന്നാൽ വിഭീഷണൻ സവിനയം പറഞ്ഞു, ജ്യേഷ്ഠന്റെ ഹിതമാണ് ധർമ്മമെന്ന് പറഞ്ഞത് ജ്യേഷ്ഠൻ ഒന്നുകൂടി ചിന്തിക്കണം. എൻ്റെ ഹിതമാണ് എൻ്റെ ധർമ്മമെന്ന് കരുതി അധർമ്മം ചെയ്താൽ അത് ആപത്തിന് കാരണമായി തീരും. നിരാധാരിയായ ഒരു സ്ത്രീരത്നത്തെ ഭർത്താവിൽ നിന്നും അകറ്റി വഞ്ചനയും കാപട്യവും ഉപയോഗിച്ച് ഇവിടെ കൊണ്ടുവന്ന് സൂക്ഷിച്ചിരിക്കുന്നത് ധർമ്മമാണോ? ആ ദേവിയുടെ ആഗമനം മുതൽക്കാണ് ലങ്കയിൽ ആപത്തിന്റെ മരണവിളി കേട്ടു തുടങ്ങിയിരിക്കുന്നത്. ജ്യേഷ്ഠൻ ലങ്കയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ ദേവിയെ അവരുടെ ഭർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുചെന്നേൽപ്പിച്ച് അദ്ദേഹത്തോട് മാപ്പിരക്കണം. എന്നാൽ ഈ ഉപദേശം ഇന്ദ്രജിത്തിന് തീരെ പിടിച്ചില്ല. ഇന്ദ്രജിത്ത് വിഭീഷണനെ പരിഹസിക്കുന്ന രീതിയിൽ സംസാരിച്ചു. വിഭീഷണൻ യാതൊരു മറുപടിയും പറയാതെ ആ രംഗത്തിൽ നിന്നും പിന്മാറി. അടുത്ത ദിവസം കുംഭകർണൻ നിദ്രയിൽ നിന്നും ഉണർന്നു.
തലേ ദിവസം നടന്ന ആലോചനാ യോഗത്തെക്കുറിച്ച് കേട്ട് അവൻ തൽക്ഷണം തന്നെ ജ്യേഷ്ഠനെ കാണുവാനായി ആസ്ഥാന മണ്ഡപത്തിലേക്ക് ചെന്നു. രാവണൻ സർവ വൃത്താന്തങ്ങളും അനുജനെ വിശദമായി പറഞ്ഞു കേൾപ്പിച്ചു. എന്നാൽ എല്ലാം കേട്ട കുംഭകർണൻ പറഞ്ഞത് ജ്യേഷ്ഠൻ ചെയ്തത് തെറ്റാണെന്നും അതുകൊണ്ട് തന്നെ സീതാദേവിയെ തിരിച്ചേൽപ്പിച്ച് മാപ്പിരക്കണം എന്നുമാണ്. എന്നാൽ രാവണൻ തൻ്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയും കുംഭകർണനെ കുറ്റപ്പെടുത്തുകയുമാണ് ചെയ്തത്. എന്നാൽ താൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും ഒരു അനുജന്റെ ധർമ്മവും കടമയും അനുഷ്ഠിക്കാൻ ഞാൻ സർവഥാ സന്നദ്ധനാണ് എന്ന് കുംഭകർണൻ പറഞ്ഞു. അത് കേട്ട് രാവണൻ സന്തുഷ്ടനായി. രാവണന്റെ അടുത്തു നിന്ന് കുംഭകർണൻ നേരെ വിഭീഷണന്റെ അടുത്തേക്കാണ് ചെന്നത്. ജ്യേഷ്ഠനെ വീണ്ടും ഉപദേശിക്കാനായി വിഭീഷണനെ നിർബന്ധപൂർവം പറഞ്ഞയക്കുകയാണ് കുംഭകർണൻ. എന്നാൽ വിഭീഷണന്റെ ഉപദേശം കേട്ട് ക്രുദ്ധനായി തീർന്ന രാവണൻ വിഭീഷണനെ കൊട്ടാരത്തിൽ നിന്നും പുറത്താക്കുകയാണ്. അഗ്രജനാൽ നിഷ്കാസിതനായ വിഭീഷണൻ തൻ്റെ 4 ആത്മമിത്രങ്ങളായ അമാത്യന്മാരും ഒരുമിച്ച് ആകാശമാർഗേണ മഹേന്ദ്ര പർവ്വതത്തിന്റെ ഉപരിതലത്തിലുള്ള അമ്പരവീഥിയിൽ അഞ്ജലിബദ്ധനായി രാമചന്ദ്ര മഹാപ്രഭു അഭയമരുളണമേ എന്നപേക്ഷിച്ചുകൊണ്ട് തങ്ങി നിന്നു. ആ സമയം ഗിരി പരിസരത്ത് രാമലക്ഷ്മണന്മാരും സുഗ്രീവാദികളും ചേർന്ന് മേലിൽ വേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. വിഭീഷണാദികളുടെ ഗദ്ഗദ കണ്ഠനിസ്വനം രാമഭദ്രന്റെ കർണപുടങ്ങളിൽ പതിച്ചപ്പോൾ അദ്ദേഹം വിസ്മയഭരിതനായി വിഹായസിലേക്ക് വീക്ഷിച്ചു. അതോടൊപ്പം മറ്റുള്ളവരും ആകാശത്തേക്ക് നോക്കി. 5 പേർ ആകാശത്ത് കൈകൂപ്പി അഭയം പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു. അത് കണ്ട് ദാശരഥി ദയാവായ്പോടെ അരുളി ചെയ്തു, അർക്കാത്മജ, അവർ അഭയമന്വേഷിച്ചു വന്നിരിക്കുന്നവരാണ്. ആരുമാകട്ടെ അവരോട് താഴെ വരാൻ പറയൂ. അവർ 5 പേരും മന്ദമന്ദം താഴെ വന്ന് അഞ്ജലിബദ്ധരായി അഞ്ജനവർണ്ണന്റെ അനുകമ്പയെ പ്രതീക്ഷിച്ച് മാറി നിന്നു. നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് എന്ത് അഭയമാണ് വേണ്ടതെന്ന് രാമൻ ചോദിച്ചു. വിഭീഷണൻ പറഞ്ഞു, സ്വാമി, അടിയൻ രാവണന്റെ കനിഷ്ഠ സഹോദരനായ വിഭീഷണനാണ്. കൂടെയുള്ള ഈ 4 പേർ അടിയനോട് സ്നേഹമുള്ള അമാത്യന്മാരാണ്. ഇത് കേട്ട് ഹനുമാൻ പറഞ്ഞു, ഇദ്ദേഹം പറഞ്ഞത് ശരിയാണ്. രാവണന്റെ ഇളയ അനുജനായ വിഭീഷണനാണ്. എനിക്ക് നേരിട്ടറിയാം. ലങ്കയിലെ ഏറ്റവും വലിയ ധർമ്മിഷ്ഠനായ വിഷ്ണുഭക്തൻ. രാവണൻ അടിയനെ വധിക്കാൻ ഒരുങ്ങിയപ്പോൾ ദൂതനെ കൊല്ലുന്നത് അധർമ്മമാണെന്ന് പറഞ്ഞ് വിലക്കിയത് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിന്റെ മകളായ ത്രിജടയാണ് സീതാദേവിക്ക് അനുകൂലയായ ഒരു കാവൽക്കാരി. ലങ്കാദഹനത്തിൽ ഇദ്ദേഹത്തിന്റെ മന്ദിരം അടിയൻ അഗ്നിക്കിരയാക്കിയില്ല. ആശ്രിതർക്ക് അഭയമരുളുന്ന ഒരു കഥയും ഇവിടെ കൊടുക്കുന്നു. ഒരു മരക്കൊമ്പിൽ 2 കപോതങ്ങൾ ഇണ ചേർന്നിരിക്കുകയായിരുന്നു. ആ സമയം ഒരു കിരാതൻ മരച്ചുവട്ടിൽ വന്ന് അമ്പെയ്ത് അവരിൽ പെൺകപോതത്തെ കൊന്നു താഴ്ത്തിട്ടു. വിരഹദുഃഖിതനായ ആൺപക്ഷി വ്യാധനെയും അവന്റെ കയ്യിൽ തൂങ്ങിക്കിടക്കുന്ന ഇണയുടെ മൃതദേഹത്തെയും നോക്കി വിലപിച്ചുകൊണ്ട് മറ്റൊരു മരത്തിൽ കയറി മറഞ്ഞിരുന്നു. നേരം സന്ധ്യ കഴിഞ്ഞു. ഇരുട്ടും വ്യാപിച്ചു. തനിക്ക് കിട്ടിയ ഇരയെ ചുട്ടു തിന്നാൻ വേടന്റെ കയ്യിൽ തീയില്ല. അവൻ പകച്ചു നിൽക്കുകയാണ്. അവന്റെ വിഷമം കണ്ട് ആശ്രിത വാത്സല്യത്തോടെ ആ ആൺകപോതം അകലെ എവിടെയോ പറന്നു ചെന്ന് ഒരു തീക്കൊള്ളി കൊത്തിയെടുത്തു കൊണ്ടുവന്ന് വ്യാധന്റെ മുമ്പിലിട്ടു കൊടുത്തു. സന്തുഷ്ടനായ അവൻ ആ തീക്കൊള്ളിയെടുത്ത് ഊതി തീ പിടിപ്പിച്ചു. അതിൽ ആ കപോതിയെ ചുട്ടു തിന്നു. ആ ചെറിയ പക്ഷിയുടെ മാംസം അവന്റെ വിശപ്പിനെ അടക്കാൻ മതിയായില്ല. അവൻ വിഷണ്ണനായി നിൽക്കുമ്പോൾ ആ ആൺകപോതം സ്വയം വഹ്നിയിൽ വന്നു ചാടി അവന് ആഹാരമായി തീർന്നു. അതോടുകൂടി വേടന്റെ വിശപ്പും ഒരുവിധം അടങ്ങി. അങ്ങനെ പക്ഷി മൃഗാദികൾ പോലും ആശ്രിത വാത്സല്യം കാണിച്ച് പുണ്യം നേടുന്നു. ആ സ്ഥിതിക്ക് ഒരു രാജാവായ ഞാൻ അതിൽ വൈമുഖ്യം കാണിക്കുന്നത് ധർമ്മമല്ല. ആയതിനാൽ വിഭീഷണനെ നമ്മുടെ സുഹൃത്തായി ഞാൻ സ്വീകരിക്കുന്നു. അങ്ങനെ വാനരവൃന്ദം ഒരു ആർപ്പുവിളിയോടുകൂടി അത് അംഗീകരിച്ചു.